D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് സെയിലിന് വന്നിട്ട് വീഡിയോ എല്ലാം തുറന്നിട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. സെയിലിന് വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ് വന്നിരിക്കുന്നത്. നാടൻ പ്രാവുകളാണ് വന്നിരിക്കുന്നത്. 14 പ്രാവ് കൂടി ചോദിക്കുന്നത് 2000 രൂപയാണ് ചോദിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോടാണ്. അപ്പോൾ നാടൻ പ്രാവുണ്ട്, ക്രോസ് പ്രാവുകളും ഉണ്ട്. 14 എണ്ണം 2000 രൂപയാണ് ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. രണ്ടാമതായിട്ട് നമുക്ക് ഡോഗ്സാണ് വന്നിരിക്കുന്നത്. ലാബിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 5 പപ്പീസുണ്ട്, 3 ഫീമെയിലും 2 മെയിൽ പപ്പിയുണ്ട്. അപ്പോൾ ഇന്നേക്ക് 32 ദിവസമായ പപ്പീസാണ് വന്നിരിക്കുന്നത്. 2 പ്രാവശ്യം ഡിവാമിങ് കഴിഞ്ഞതാണ്. അപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നത് 5500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. നല്ല ആക്റ്റീവായിട്ടുള്ള പപ്പീസാണ്, കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക്. ആ ഇത്തിരി കളർ മങ്ങലുള്ളത് കുളിപ്പിക്കാത്തത് കൊണ്ടാണ്. കുളിപ്പിച്ചിട്ടില്ല ഇതുവരെ. 32 ദിവസമായ പപ്പീസ് 5500 പത്തനംതിട്ട ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് പേർഷ്യൻ ക്യാറ്റിൻ്റെ ഡോൾ ഫേസ് 1 ഇയർ ആയ സ്റ്റഡ് മെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ വൈക്കമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞത് 7000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹെയറൊക്കെ ട്രിം ചെയ്തിട്ടൊക്കെയാണ്. വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത്. സ്റ്റഡ് മെയിലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 1 വയസ്സാണ്. ലൊക്കേഷൻ കോട്ടയം വൈക്കം. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 7000 രൂപയാണ് ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അടുത്ത നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ് വന്നിരിക്കുന്നത്. ഹിപ്പിയുടെ ഫീമെയിലാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 500 രൂപയാണ് ഈ ഫീമെയിലിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് ജാക്കോബിൻ്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 1000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. ജാക്കോബിനാണ് വന്നിരിക്കുന്നത്. അടുത്ത് മുഗിയുടെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്. ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത് 600 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത് മുഗി. അപ്പോൾ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോടാണ്. ഇത് നാടൻ പ്രാവുകളും ക്രോസ് പ്രാവുകളാണ്. ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ 800 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോടാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡുകളാണ് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ 30ഓളം പീസ് ആഫ്രിക്കൻ ലവ് ബേർഡുകളുണ്ട് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രായം വന്നിരിക്കുന്നത് 1 വയസ്സാണ്. 1 വയസ്സിന് എബോവാണ് പ്രായം വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാതും അഡൾട്ട് പീസുകളാണ് വന്നിരിക്കുന്നത്. ബ്രീഡിങ്ങൊക്കെ റെഡി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏതെടുത്താലും പീസ് റേറ്റ് 700 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ആഫ്രിക്കൻ ലവ് ബേർഡുകൾ ബ്രീഡിങ് പർപ്പസിനൊക്കെ എടുക്കാൻ പറ്റിയതാണ്. എല്ലാതും അഡൾട്ടുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ്. പീസ് റേറ്റ് 700 30 പീസോളം കൊടുക്കാനുണ്ട്. അപ്പോൾ ബൾക്ക് സെയിലും അവൈലബിൾ ആണ്. അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ആഫ്രിക്കൻ ലവ് ബേർഡിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബ്രീഡറെ ഡയറക്റ്റ് വിളിക്കാവുന്നതാണ്. ബ്രീഡറിൻ്റെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 30ഓളം പീസ് കൊടുക്കാനുണ്ട്, പല വെറൈറ്റിയിലുള്ളത്. 700 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറവിനാണ് ആഫ്രിക്കൻ ലവ് ബേർഡുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ബ്രീഡറെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ഫാൻഡേലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എക്സ്ചേഞ്ച് നോക്കുന്നുണ്ട്. പ്രാവുകളായിട്ട് എക്സ്ചേഞ്ച് നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ റേറ്റ് ചോദിക്കുന്നത് 500 രൂപയുള്ളൂ ഈ പെയറിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ 25 കിലോമീറ്ററാണ് പറയുന്നത്. കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത് 500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. 2 പ്രാവശ്യം കുഞ്ഞുങ്ങളിറക്കിയ പെയറാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ വെങ്കിടങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് സെയിലിന് വന്നിരിക്കുന്നത്. ഡാഷ് ഹണ്ടിൻ്റെ 5 മാസം പ്രായമായ മെയിലാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 3000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. 5 മാസമാണ് പ്രായം വന്നിരിക്കുന്നത്. ഡാഷ് ഹണ്ട് ഇതിന് ചോദിക്കുന്ന റേറ്റ് 3000 രൂപ. അപ്പോൾ 2 ഡോഗുകളാണ് നമുക്കിന്ന് തൃശ്ശൂരിൽ നിന്ന് വന്നിരിക്കുന്നത്. 7ാമതായിട്ട് ഡാഷ് ഹണ്ടും അതുപോലെ ഒരു ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഫീമെയിലാണ്. ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 6 മാസമാണ് പ്രായം വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 7000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഫീമെയിലാണ്.
അപ്പോൾ 6 മാസം പ്രായമായ ഫീമെയിലിന് 7000 രൂപ. തൃശ്ശൂർ വെങ്കിടിങ്ങാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് കുറച്ച് ഫിഷുകളാണ് വന്നിരിക്കുന്നത്. ഗപ്പികൾ, അതുപോലെ ക്രൈഫിഷ്, ക്രാബ് ഒക്കെ സെയിലിൽ വന്നിരിക്കുന്നത്. ലൊക്കേഷൻ എറണാകുളമാണ് വന്നിരിക്കുന്നത്. ചില്ലി മൊസൈക്ക് ഡംബോയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല അടിപൊളി ഇയർ ക്വാളിറ്റിയൊക്കെ ഉള്ള ഗപ്പിയാണ് വന്നിരിക്കുന്നത്. ചില്ലി മൊസൈക്കിൻ്റെ ഡംബോയറാണ്. ഇതിന് പെയർ വരുന്നത് 350 രൂപയാണ് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് എല്ലാ ഫിഷുകളും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 രൂപയാണ് ഈ ഗപ്പിയുടെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ജാവ റെഡിൻ്റെ പെയറുകളാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പെയറിന് ചോദിക്കുന്ന റേറ്റ് 250 രൂപയാണ് ജാവ റെഡിൻ്റെ ഗപ്പി ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റിയുള്ള ഫിഷുകളാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് സെയിലിൽ വന്നിരിക്കുന്നത് ക്രാബുകളാണ് വന്നിരിക്കുന്നത്. 2-3 വെറൈറ്റി ക്രാബുകൾ നമുക്ക് സെയിലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ക്രാബുകളുടെ തന്നെ പല വെറൈറ്റികളും ഇവിടെ അവൈലബിൾ ആണ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് പർപ്പിൾ ക്രാബാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് 1300 രൂപയാണ്. ഇതിൻ്റെ ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഒരുപാട് ക്രാബുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഓൾ കേരള കൊറിയർ അവൈലബിൾ ആണ്. ക്രാബുകളിൽ തന്നെ പല വെറൈറ്റികൾ, അതുപോലെ ക്രൈഫിഷ് വെറൈറ്റികളൊക്കെ കൂടി ഉണ്ട്. അപ്പോൾ പർപ്പിൾ ക്രാബിന് വരുന്നത് 1300 രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് സെയിലിൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് വയലറ്റ് ക്രാബാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പെയറിന് റേറ്റ് വരുന്നത് 200 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. നല്ല റേറ്റ് കുറവാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് വയലറ്റ് ക്രാബാണ് സെയിലിൽ വന്നിരിക്കുന്നത്. പെയറിന് 200 രൂപ. ക്രാബിൻ്റെ തന്നെ ഒരു 3-4 വെറൈറ്റികൾ ഇവിടെ അവൈലബിൾ ആണ്. ഗോൾഡൻ പർപ്പിൾ ക്രാബാണ് വന്നിരിക്കുന്നത്. ഇത് ജോഡി 700 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ഒക്കെ ആയി വരുന്നൊരു ഫിഷാണ്, ക്രാബുകളാണ് ഇപ്പോൾ ഒരു ഇത്തിരി ട്രെൻഡിങ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 700 രൂപയാണ് റേറ്റ് വരുന്നത് പെയറിൻ്റെ റേറ്റ്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ജൈൻറ്റ് ക്രൈഫിഷാണ് വന്നിരിക്കുന്നത്. ഇതിന് ജോഡി റേറ്റ് വരുന്നത് 700 രൂപയാണ് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത്. ജൈൻറ്റ് ക്രൈഫിഷാണ്, നന്നായിട്ട് ഹെവി സൈസ് വയ്ക്കുന്ന ക്രൈഫിഷുകളാണ് വന്നിരിക്കുന്നത്. 700 രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഓൾ കേരള കൊറിയർ അവൈലബിൾ ആണ്. അപ്പോൾ ക്രാബ്, ക്രൈഫിഷ്, ഗപ്പികളൊക്കെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റികൾ വേണമെങ്കിൽ ബ്രീഡറെ വിളിച്ച് ചോദിക്കാമെന്നാണ്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളമാണ്. അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂ ക്രൈഫിഷാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് പെയർ റേറ്റ് വരുന്നത് 400 രൂപയാണ് വന്നിരിക്കുന്നത് ബ്ലൂ ക്രൈഫിഷ്. അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായ പെറ്റ്സുകളിൽ നിന്ന് സെയിലിൽ വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഒട്ടുമിക്ക വെറൈറ്റിയും വന്നിട്ടുണ്ട്. 9ാമതായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് സെയിലിൽ വന്നിരിക്കുന്നത്. 12 പ്രാവും 9 കള്ളി കേജാണ് വന്നിരിക്കുന്നത്. 12 പ്രാവ് വന്നിരിക്കുന്നത് ബ്രീഡിംഗ് പെയറുകളാണ് വന്നിരിക്കുന്നത്. നാടനുണ്ട്, അതേപോലെ ക്രോസ് ബേഡുകളുണ്ട്. അപ്പോൾ 9 കള്ളി കേജും 12 പ്രാവും കൂടി ചോദിക്കുന്നത് 3500 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ കേജിൻ്റെ ഫോട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ പ്രാവുകളും കാണിച്ചിട്ടുണ്ട്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂരാണ്. 3500 ചോദിക്കുന്ന റേറ്റ്. 10ാമതായിട്ട് നമുക്ക് പേർഷ്യൻ കാറ്റുകളാണ് സെയിലിൽ വന്നിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറമാണ്. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ വന്നിരിക്കുന്നത് 3 കാറ്റുകളാണ് വന്നിരിക്കുന്നത്. ഇത് രണ്ടും 1.5 വയസ്സായ ഫീമെയിലുകളാണ്. നല്ല അടിപൊളി കളറാണ് വന്നിരിക്കുന്നത്. ഡോൾ ഫേസ് ആണ്. 1.5 വയസ്സായ ഫീമെയിലുകൾ 2 പിന്നെ ഒരു മെയില് കിറ്റണാണ് 20 ദിവസമായത് ഇത്. അപ്പോൾ 3 കൂടിയും 7500 ചോദിക്കുന്നത്. 7500 3. ഇനി അടുത്ത സെക്ഷനിൽ വന്നിരിക്കുന്നത് 3 2 മാസം പ്രായമായതാണ്. 2 ഫീമെയിലും ഒരു മെയിലും. ഇത് 3 വരുന്നത്. ഒരെണ്ണത്തിന് 6000 രൂപയാണ് റേറ്റ് ചോദിക്കുന്നത്. ഡോൾ ഫേസ് ആണ്. 2 മാസം പ്രായമായത്. 3 ഉണ്ട്, മെയിലുണ്ട് ഫീമെയിലുണ്ട്. ഒരെണ്ണം 6000 രൂപ റേറ്റ്. അടുത്ത് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് മലപ്പുറത്ത് തന്നെയാണ് സെയിലിൽ വന്നിരിക്കുന്നത്. യെല്ലോ ഷെയ്ഡ് കുനൂറാണ് വന്നിരിക്കുന്നത്. 3 ഫീമെയിൽസാണ് വിത്ത് DNA ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 കൂടി ചോദിക്കുന്ന റേറ്റ് 10500 ചോദിക്കുന്നത് യെല്ലോ ഷെയ്ഡ് കുനൂറിൻ്റെ.
ഫീമെയിൽസ് 3 എണ്ണം വിത്ത് DNA ഉള്ളതാണ്. അപ്പോൾ ബ്രീഡിങ് പർപ്പസിന് ഫീമെയിലിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ്. 3 എണ്ണം കൂടി 10,500 ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഒരു പാർ ബ്ലൂ ആഫ്രിക്കൻ ലവ് ബേർഡും വന്നിട്ടുണ്ട്. ഫീമെയിലാണ്, വിത്ത് DNA ആണ്. 2000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അപ്പോൾ 4 ബേർഡുകളും വന്നിരിക്കുന്നത് വിത്ത് DNA ആണ്. ഫീമെയിൽസാണ് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറമാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.